ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഭാമയെ ഏൽപ്പിച്ച ആ ദൗത്യം നിറവേറ്റാൻ വേണ്ടി ഭാമ വന്നിരിക്കുകയാണ് ചന്ദ്രോദയത്തിൽ. അങ്ങനെ സച്ചിയെ കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അടവൊക്കെ പ്രയോഗിച്ച് അവൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഭാമ സച്ചി വരുന്നുണ്ട്. അങ്ങനെ സച്ചിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അവൻ എവിടെയാണ് കാറിന്റെ താക്കോല് വെക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി ആ താക്കോല് ഷെൽഫിൽ നിന്നും എടുക്കുകയും ചെയ്യുകയാണ്. അത് ചന്ദ്ര കാണുന്നില്ല, പക്ഷെ ചന്ദ്രഭാമ എന്ന് വിളിക്കുകയും അവൾ ആ താക്കോല് മറച്ചു പിടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ഭാമ പറയുന്നുണ്ട്, എന്തായാലും ഞാനിനി ഇറങ്ങട്ടെ, നേരം കുറേ ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അതിനുശേഷം അത് വേഗം തന്നെ ശ്രുതിക്ക് കൈമാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ശ്രുതി അത് രാത്രി സമയത്ത് ആന്റണിയെ കാണുകയും ആന്റണിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആന്റണി അത് ആന്റണിയുടെ പിള്ളേർക്ക് കൈമാറുകയാണ്. വേഗം തന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചിടണം എന്നും പറയുകയാണ്. അങ്ങനെ അവര് സച്ചിയുടെ വീട്ടിൽ രാത്രി സമയത്ത് വരികയും ആ കാറിന്റെ അരികിൽ ചെന്നിട്ട് കാറിന്റെ ബ്രേക്ക് അഴിച്ച് വിടുകയും ചെയ്യുകയാണ്. അതിനുശേഷം ആ താക്കോൽ ജനൽ വഴി അകത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സച്ചി ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഓട്ടം പോകാൻ വേണ്ടിയിട്ട് താക്കോല് വെച്ചിടത്ത് കാണാനില്ല. അപ്പൊ ഒരുപാട് നേരം തിരയുന്നുണ്ട്. അവസാനം നമ്മുടെ രേവതിക്കാണ് ആ ജനലിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദേ ഇവിടെ ഉണ്ടായിരുന്നു സച്ചിയേട്ട താക്കോല്, അങ്ങനെ അവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പൊ പറയുകയാണ്, ഏട്ടന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി കാണും, അല്ലാതെ എങ്ങനെയാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും സൂക്ഷിച്ചു പോണേ ഏട്ടാ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയോട് യാത്രയൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ ഓട്ടത്തിന് പോവുകയാണ്. അങ്ങനെ അവൻ കുറച്ചു ദൂരം പോകുമ്പോൾ അവിടെയാണെങ്കിൽ ഇവൻ്റെ ആന്റണിയുടെ ഗുണ്ടകൾ നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ പരസ്പരം പറയുകയാണ്, അവൻ ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്, രേവതി അവൻ്റെ ഭാര്യ രേവതി ഇല്ല കൂടെ, അവളും ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് തീർന്നേനെ എന്നും കൂടിയും പറയുകയാണ്. എന്തായാലും ഉടനെ തന്നെ ആന്റണിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ കാറിൽ പോകുന്നത് കാണിക്കുന്നുണ്ട്. സച്ചി ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.